25th, that means Christmas Day, the Lord gave me a Christmas gift. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ദൈവം എനിക്കൊരു ക്രിസ്മസ് സമ്മാനം നൽകി. And I just want to share that Christmas gift with you all. ആ കിട്ടിയ സമ്മാനം നിങ്ങളും ഒക്കെയായിട്ട് പങ്കുവെക്കുവാൻ ഇന്ന് രാത്രി ഞാൻ താല്പര്യപ്പെടുകയാണ്. In the morning, in my room, I was praying. രാവിലെ എൻ്റെ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Then suddenly, the Spirit of the Lord took me to Luke chapter 10. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. And verse number 42, it reads, "But few things are needed, or indeed only one. Mary has chosen what is better, and it will not be taken away from her." ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വചനം. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. Then the Holy Spirit said, "I am giving you this better portion." എന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇതാ ഈ നല്ല അംശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. From today, I am giving you this better portion, and nobody will ever take it away from you. കർത്താവ് പറഞ്ഞു, ഇതാ ഈ നല്ല അംശം ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്, ആരും ഇത് നിന്നിൽ നിന്ന് എടുത്തുകൊണ്ടു പോവുകയില്ല. Meaning, the same way Mary sat with Jesus at his footstool and learned from him that portion, the better portion, he is giving us. അതിന്റെ അർത്ഥം മറിയ അവന്റെ കാൽക്കലിരുന്ന് അവൻ പറഞ്ഞതെല്ലാം തന്നെ അവൾ ഹൃദയത്തിലേക്ക് എടുത്തതുപോലെ അതുപോലുള്ള അംശം, ആ നല്ല അംശം, ആ ബെറ്റർ പോർഷൻ, അത് 2026 കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. Hallelujah. Hallelujah. Anybody wants to receive that? അത് സ്വീകരിക്കാൻ തയ്യാറായിട്ട് എത്ര പേരുണ്ട്? Hospitality anybody can do. ആതിഥ്യ മര്യാദ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. But this one thing is precious. എന്നാൽ ഈ കാര്യം വളരെ വിലപ്പെട്ടതാണ്. Mary chose that portion. മറിയ ആ നല്ല അംശം തിരഞ്ഞെടുത്തു. She wanted to sit with Jesus. അവൾ യേശുവിനോട് കൂടെ ഇരിക്കുവാൻ താല്പര്യപ്പെട്ടു. Guests will come and go. അതിഥികൾ വരും പോകും. Cooking will be done. People will eat food. Then it is finished. കുക്കിംഗ് നടക്കുന്നു, അതിനുശേഷം ആളുകൾ ഭക്ഷിച്ച് മടങ്ങി പോകുന്നു. But this is permanent. എന്നാൽ ഈ കാര്യം ശ്രദ്ധിക്കുക, ഈ കാര്യം ഇത് സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. In other words, in 2026, everyone in blessing today, the Lord is giving us this portion to be with Him. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ പറയുകയാണ്, ബ്ലെസ്സിംഗ് ടുഡേയിലുള്ള എല്ലാവർക്കും ഈ അംശം, ഈ നല്ല അംശം കർത്താവ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവനോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി. പക്ഷെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന സാധനമുണ്ട്. ഭൂമി അകത്തോട്ട് അടിയിലോട്ട് വലിക്കും, അല്ലേ, താഴത്തോട്ട് വലിക്കും. എന്നാൽ ഫ്ലൈറ്റിന് വേറൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, ലിഫ്റ്റ് എന്നാണ് അതിൻ്റെ നിയമം. ഗുരുത്വാകർഷണത്തെ ഫ്ലൈറ്റ് ഡിനൈ ചെയ്യുന്നില്ല, പക്ഷെ വേറൊരു ലോയിൽ അത് പോവുകയാണ്. ഇതിനപ്പുറത്തുള്ള വേറൊരു ലോയിലാണ്, ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലോയിലാണ് എയർപ്ലെയിൻ പോകുന്നത്. അപ്പൊ നിയമം മാറി. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ നിയമത്തിൽ നിന്നും ലിഫ്റ്റ് എന്ന ലോയിലേക്ക് കയറിയിട്ട് അതൊരു വേറൊരു റെലമിലൂടെ പോകുന്നു. Romans chapter 8 verse number 1 and verse number 2, the Bible says we are no longer in the laws of sin or laws of this world. We are in another law, the law of the Spirit. Hallelujah. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനത്തിൽ പറയുന്നു, പാപത്തിന്റെയും ജഡത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. The law of the Spirit of life.
ഓർക്കുക, ആത്മാവിന്റെ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. വിരോധമില്ലെങ്കിൽ രണ്ട് കാതും തുറന്നു കേൾക്കുക. രക്ഷിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ സാധാരണ നിയമത്തിന് കീഴിലല്ല ജീവിക്കുന്നത്. ഗുരുത്വാകർഷണത്തിൻ്റെയും മുകളിൽ, ഈ ലോകത്തിൻ്റെ പുൾ അതിൻ്റെയും മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ വേറൊരു ലോയിലാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. This law is above the law of sin. ഈ നിയമം, ഈ പ്രമാണം എന്നുള്ളത് പാപത്തിന്റെ പ്രമാണത്തിന്റെ മുകളിലാ. This law is above the law of sorrows. അത് മാത്രമല്ല, കണ്ണുനീരിന്റെ നിയമത്തിന്റെ ആ ലോയുടെ മുകളിലാണ് ഈ നിയമം. This law is above the law of depression. ഇത് ഡിപ്രഷന്റെ നിയമത്തിന്റെ മുകളിലാണുള്ളത്. This law is above the law of sickness. അത് മാത്രമല്ല, രോഗത്തിന്റെ മുകളിൽ ഈ നിയമം കയറി നിൽക്കുക. This law is above the law of any law in the world. ഈ ലോകത്തിൽ ഏതെങ്കിലും നിയമമുണ്ടെങ്കിൽ ആ നിയമങ്ങളുടെ എല്ലാം മുകളിൽ നിൽക്കുന്ന നിയമമാണ് ഈ നിയമം. ഓ എന്തൊക്കെ നിയമങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അതുക്കും മേലെയാണ് ഈ നിയമം. This is the law of the supernatural. ഇത് അസാധാരണ കാര്യങ്ങളുടെ നിയമമാണ്. Tonight in the stadium, supernatural beings are birthed. ഇന്ന് രാത്രിയിൽ ഈ സ്റ്റേഡിയത്തിനകത്ത് അസാധാരണ കാര്യങ്ങൾ ഇതാ ജന്മം കൊള്ളുകയാണ്. A new breed of ministers, a new breed of children of God, a new generation, supernatural generation. അസാധാരണമായി മുന്നോട്ട് പോകുന്ന ശുശ്രൂഷകരുടെ കൂട്ടം, അസാധാരണ തലത്തിൽ ചലിക്കുന്ന ദൈവമക്കളുടെ ഒരു പുതിയ വർഗം ഇതാ ഈ എഴുന്നേൽക്കുന്നു. ദയവായി അത് സ്ഥലങ്ങളിൽ ഇരിക്കാമോ? ഹേയ് ജീസസ്, ഹേയ് ജീസസ്. ദയവായി ഇരുന്നാലും. സത്യം പറഞ്ഞാൽ വാക്കുകൾ, വൊക്കാബുലറി എനിക്ക് പോരാ, ലാംഗ്വേജ് പോരാ, അകത്തോട്ട് വരുന്നത് മുഴുവൻ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എല്ലാവരും ഇരിക്കുക. ഒരാൾ ഇനി അടുത്ത ചില സാധനങ്ങൾ വരുന്നുണ്ട്, എനിക്കറിയാം, ഇവിടെ വന്നുകൊണ്ടിരിക്കുക. ആർ യു റെഡി? ഏതായാലും ഉറക്കം പോയി, കുറച്ച് നേരം കൂടെ. Supernatural is coming into your life in 3 areas. അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന 3 പ്രധാനപ്പെട്ട മേഖലയിലാണ്. Number 1, supernatural birth. ഒന്ന്, അസാധാരണമായ ജനനം. Write down. Supernatural birth. അസാധാരണ ജനനം എഴുതുക. Supernatural life. അസാധാരണ ജീവിതം. And supernatural provision. അസാധാരണമായ ദൈവിക കരുതൽ. എല്ലാവരും ഒന്ന് പറഞ്ഞു. Supernatural birth. അസാധാരണ ജനനം. Supernatural life. അസാധാരണ ജീവിതം. Supernatural provision. അസാധാരണമായ ദൈവിക കരുതൽ. ഇത് മൂന്നും കൊണ്ട് ഇവിടുന്ന് പോകാം. ആമേൻ. Are you ready? Yes. Every born again child of God is a supernatural being. രക്ഷിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട ഏതൊരു ദൈവ പൈതലും അവർ അസാധാരണമായി ജീവിക്കുന്ന ജീവിതങ്ങളാണ്. No brother, I am a natural man, I am a common man, I am a സാധാരണ മനുഷ്യൻ. Don't talk like that. ഇല്ല ബ്രദറെ, ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്, എന്നോട് ഇങ്ങനെയൊന്നും അസാധാരണമായ കാര്യങ്ങളെക്കുറിച്ച് പറയരുത്. At least 1/3 of you is supernatural. കുറഞ്ഞ പക്ഷം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ 1/3 അസാധാരണനാണ്. ഉറങ്ങിപ്പോയി തോന്നുന്നല്ല. No. ഞാൻ ഉറങ്ങാൻ പോവാ. ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ 1/3 അംശമെങ്കിൽ, 1/3 പാർട്ടെങ്കിലും സൂപ്പർനാച്ചുറൽ ആണ്. I will prove it. I will prove it. Yes. Yes. Because your birth is, your rebirth is supernatural. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീണ്ടും ജനനം
അതൊരു അസാധാരണമായ കാര്യമാണ്. A Jewish rabbi came to Jesus in the night for a secret consultation and Bible study, and his name was Nicodemus, and he asked a few questions, and Jesus said, "You have to be born again," and he was really amazed. What is this guy talking about? And Jesus said, "You have to be born from above." ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവിനെ രാത്രിയിൽ രഹസ്യമായി വന്ന് കാണുവാനും അദ്ദേഹത്തിന്റെ കൺസൾട്ടൻസി എടുക്കുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനുമായിട്ട് ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹത്തിന്റെ പേര് നിക്കോദമസ് എന്നായിരുന്നു. അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ യേശു കർത്താവ് പറഞ്ഞു, "നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല" എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പോൾ യേശു കർത്താവ് അതിന് മറുപടി കൊടുത്ത് ഇപ്രകാരം, ഉയരത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളതാണ്. Born again means to be born from above. വീണ്ടും ജനിക്കുക എന്ന് വെച്ചാൽ ഉയരത്തിൽ നിന്ന് ജനിക്കുക. വലതുകരം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, എന്നിട്ട് പറയാം ഉയരത്തിൽ നിന്ന് ജനിക്കുക. ഉയരത്തിൽ നിന്ന് ജനിക്കുക. That means you can be born from below and you can also be born from above. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് താഴെ ലെവലിൽ നിന്ന് സാധാരണ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ജനിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഉയരത്തിൽ നിന്നും നിങ്ങൾക്ക് ജനിക്കാൻ സാധിക്കും. By the way, our Jesus, everybody say our Jesus. എല്ലാവരും നെഞ്ചി കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ യേശു, നമ്മുടെ യേശു. പറഞ്ഞേ, നമ്മുടെ യേശു. Our Jesus' birth was supernatural. നമ്മുടെ യേശു കർത്താവിന്റെ ജനനം അതൊരു അസാധാരണ ജനനമായിരുന്നു. No gynecologist can explain it. ഒരു ഗൈനക്കോളജിസ്റ്റിനും അതിനൊരു വിശദീകരണം കൊടുക്കുവാൻ സാധ്യമല്ല. A debate is going on right now. But അതിനുവേണ്ടി let me tell you, no gynecologist can explain the birth of the Savior. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പലതും നടക്കുന്നുണ്ടെങ്കിലും തർക്കങ്ങൾ പലതും നടക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഒരു ഗൈനക്കോളജിസ്റ്റിനും അതിനെ വിശദീകരിക്കുവാൻ ഈ ഭൂമിയിൽ സാധ്യമല്ല. Because it was not a natural birth. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊരു സാധാരണ ജനനമല്ലായിരുന്നു. He was also born from above. അവനും ഉയരത്തിൽ നിന്നാണ് ജനിച്ചത്. He was born from the heavenly Father. അവൻ സ്വർഗീയ പിതാവിൽ നിന്നാണ് ജനിച്ചത്. In the same way, everyone born again in this room, saved child of God in this room, your birth nobody can explain because it is from above. Amen. അതുകൊണ്ട് വീണ്ടും ജനിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവ പൈതൽ ഈ സ്റ്റേഡിയത്തിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വീണ്ടും ജനനത്തിന്റെ രഹസ്യവും ഈ ലോകത്തിൽ ആർക്കും പറയാൻ സാധ്യമല്ല. കാരണം നീയും ജനിച്ചിരിക്കുന്ന ഉയരത്തിൽ നിന്നാണ്. Amen. You are born of the heavenly Father. നിങ്ങൾ സ്വർഗീയ പിതാവിൽ നിന്ന് ജന്മമെടുത്ത വ്യക്തിയാണ്. Somebody scream a proud hallelujah. ഓ സ്വർഗീയ പിതാവിൽ നിന്നാണ് എൻ്റെ ജന്മം എന്ന് പറയുന്ന അഭിമാനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവേശത്തിന്റെ ഒരു ഹല്ലേലൂയ കൈകൾ ഉയർത്തി. John chapter 1 verse number 12 and 13. Yet to all who did believe, receive him. To those who believed in his name, he gave the right to become children of God. Children born not of natural descent, nor of human decision or a husband's will, but born of God. Amen. Hallelujah. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-13 വചനങ്ങൾ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അടുത്ത വാക്കൊന്ന് ചേർന്ന് പറയാമോ? ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. അടുത്ത വാക്കൊന്ന് ശബ്ദമുയർത്തി കൈകൾ ഉയർത്തി, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഉറക്കെ പറഞ്ഞ, ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചു. ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചു. മുഖത്തൊക്കെ ഒരു അഭിമാനം തോന്നുന്നു, ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചു. ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചു. Where? In your spirit. നിങ്ങളുടെ ആത്മാവിലാണ് നിങ്ങൾ അത് Your ജനിച്ചത്. spirit, soul and body. So one part, your spirit is born,
supernaturally. So you are a supernatural being. Hallelujah. നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് ഭാഗങ്ങളിൽ നിങ്ങളുടെ ആത്മാവ് എന്നുള്ളത് അത് അസാധാരണമായ കാര്യത്തിൽ, അസാധാരണമായ വിധത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതായതുകൊണ്ടാണ് നിങ്ങളൊരു അസാധാരണ വ്യക്തിയാണെന്ന് പറയുന്നത്. Can I get an amen? അതിനൊരു ആമേൻ, ആമേൻ ഞാൻ കേട്ടില്ലല്ലോ. Hallelujah. Hallelujah. 1 Peter chapter 1 verse number 23. എഫെസ്യർക്കെതിരെ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വചനം. For you have been born again, not of perishable seed, but of imperishable seed. But of imperishable. Through the living and enduring word of God. ഹല്ലേലൂയ. അടുത്ത ഭാഗം ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ. അടുത്തൊന്ന് വായിച്ചേ. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ ചേർന്ന് പറയാമോ? വീണ്ടും ജനിച്ചിരിക്കുന്നു. Hallelujah. You are not born of the seed of man, you are born of the seed of God. ഓ, നിങ്ങൾ പുരുഷന്റെ ബീജത്താലല്ല, സത്യത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനത്വം എന്ന ബീജത്താലാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. John chapter 3 verse 5 to 8. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. Jesus answered, very truly I tell you, no one can enter the kingdom of God unless they are born of water and the Spirit. അവിടെ എഴുതിയിരിക്കുന്നത്, അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. Then he says, listen to this, flesh gives birth to flesh, but the Spirit gives birth to spirit. അടുത്ത ഭാഗം ഒന്ന് കാണാമോ? ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. That means this body. Yeah. അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. Then an amazing thing Jesus said at verse number 8, he says, the wind blows wherever it pleases. You hear its sound, but you cannot tell where it comes from or where it is going. So it is with everyone born of the Spirit. അടുത്ത ഭാഗം ഒന്ന് കാണാമോ? കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Now he is bringing wind into this scene. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് യേശു കർത്താവിന്റെ സംസാരത്തിൽ അവൻ കാറ്റിനെ കൊണ്ടുവരികയാണ്. Wind here is pneuma. ഇവിടുത്തെ കാറ്റ് എന്ന് പറയുന്ന ന്യൂമ എന്ന് പറയുന്ന വാക്കാണ്. Pneuma is also translated as spirit. ഈ ന്യൂമ എന്ന് പറയുന്ന വാക്കും പരിവർത്തനം ചെയ്തിരിക്കുന്നത് ആത്മാവ് എന്ന് പറയുന്ന വാക്കിന് പകരമായിട്ടാണ്. Can I tell you something? ചില When you were born again, a wind came. ഓർക്കുക, നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ ഒരു കാറ്റ് വരുന്നു. And you are born of the wind. അതുമാത്രമല്ല, നിങ്ങൾ ആ കാറ്റിനാലാണ് വീണ്ടും ജനിക്കുന്നത്. You are birthed by a wind, and that which is birthed by the wind is wind. ഓർക്കുക, നിങ്ങൾ ഒരു കാറ്റിനാൽ ജനിക്കുകയാണ്. ആ കാറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കർത്താവ് പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്നു, എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു അറിയില്ല. ഇതുപോലെയാണ് വീണ്ടും ജനിച്ചവൻ. വീണ്ടും ജനിച്ച എല്ലാവരും കാറ്റിനാൽ ജനിച്ചിരിക്കുന്നു. കാറ്റ് ജന്മം കൊടുത്ത ഒരു കാറ്റാണ് നീ. You are a wind. Amen. You are a spirit. Yes. You are a pneuma. Amen. Nobody can judge the directions, the movements. ഹല്ലേലൂയ. കാറ്റ് ജന്മം കൊടുത്ത ഒരു വിൻഡാണ് നീ, ഒരു കാറ്റാണ് നീ. അതുകൊണ്ട് നിന്റെ ദിശ ഏതാണെന്ന്, നീ കടന്നു പോകുന്ന വഴി ഏതാണെന്ന് ആർക്കും കണക്ക് കൂട്ടാൻ ഗണിക്കുവാൻ സാധ്യമേയല്ല. Nicodemus cannot understand this. നിക്കോദെമസിന് അത് മനസ്സിലായില്ല. Theologians cannot understand this. ദൈവശാസ്ത്രജ്ഞന്മാർക്ക് Religious guys cannot understand this. മതാധികാരികൾക്ക് Because മനസ്സിലായില്ല. you are born of a wind. കാരണം കാറ്റിൽ നിന്നാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. Nobody can understand where you are moving, the move of a child of God. കാറ്റിൽ നിന്ന് ജനിച്ചതുകൊണ്ട് കാറ്റ് പോകുന്നത് കണക്കൂട്ടാൻ പറ്റാത്തതുപോലെ ഒരു ദൈവ പൈതൽ പോകുന്നത് എങ്ങോട്ടെന്ന് ആർക്കും കണക്ക് കൂട്ടാൻ സാധ്യമല്ല. The wind is invisible. ഓർക്കുക, കാറ്റ് അത് The wind is അദൃശ്യമാണ്.
uncontrollable. കാറ്റ് അത് അനിയന്ത്രിതമാണ്. The wind source and destination is unseen. അതുകൊണ്ട് കാറ്റ് കടന്നു പോകുന്നതിന്റെ ലക്ഷ്യത്തെ ആർക്കും കണക്ക് കൂട്ടാൻ സാധ്യമല്ല. In the same way, your directions are unpredictable. അതുപോലെ തന്നെ നിന്റെ ദിശയെ ആർക്കും കണക്ക് കൂട്ടാൻ സാധ്യമല്ല. You are a wind man. നിങ്ങൾ ഒരു കാറ്റിന്റെ മനുഷ്യനാണ്. You are a wind woman. നിങ്ങൾ ഒരു കാറ്റിന്റെ സ്ത്രീയാണ്. അടുത്ത ആൾ അടിച്ചിട്ട് പറ, നീ കാറ്റാണെന്ന് പറ. നീ കാറ്റാണ്. പറഞ്ഞ നീ കാറ്റാണ്. നീ കാറ്റിന്റെ ഒരു മനുഷ്യനാണ്. നീ കാറ്റിന്റെ ഒരു സ്ത്രീയാണ്. ഞാൻ പ്രാർത്ഥനയിൽ നിന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇന്ന് രാത്രി ഇവിടെ ഇത് നടക്കുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത, വീണ്ടും ജനിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് അധികം അകലമല്ല മറൈൻ ഡ്രൈവ് അല്ലേ? അധികം അകലമില്ല. എത്ര കിലോമീറ്റർ കാണും? ആ മറൈൻ ഡ്രൈവിലാണ് ഞാൻ വീണ്ടും ജനിച്ചത്. 1984 അന്ന് ഹെലിപ്പാഡൊന്നുമില്ല, നീണ്ട സ്ട്രെച്ചിൽ കിടക്കുക. കെ കരുണാകരൻ വന്നാണ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത്. ബ്രദർ DGS ദിനകരൻ പ്രസംഗിക്കുന്നു. ഞാൻ നിങ്ങളെപ്പോലെ വന്ന് ഇരിക്കുക. അദ്ദേഹം പ്രസംഗിച്ചു. അതിനുശേഷം ഒരു ഓൾട്ടർ കോൾ കൊടുത്തു. ഞാൻ മുന്നോട്ട് ഓടി. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഒരു കാറ്റിങ്ങനെ അടിക്കുന്നു. ഞാനിങ്ങനെ ആടുക. നോക്കുമ്പോൾ എങ്ങും കാറ്റില്ല, പക്ഷെ ഞാൻ ആടുക. വചനം കേട്ട് അന്ന് രാത്രി ഞാൻ വീണ്ടും ജനിച്ചു. അന്ന് രാത്രി എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. ആ കാറ്റ് ഇന്നും ഉണ്ട്. ആകെയുള്ള വ്യത്യാസം, അന്നൊരു ഇളങ്കാറ്റായിരുന്നു, ഇന്നത് കൊടുങ്കാറ്റായിട്ട് മാറി. ഇന്നിവിടെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ചിലരെ ഇളങ്കാറ്റ് വന്ന് തൊടും, പക്ഷെ നീ ഒരു കൊടുങ്കാറ്റായി മാറും. Are you ready for this? Yes. The same wind is here. Amen. The same Holy Spirit is here. Amen. The same pneuma is operating here. Hallelujah. If you are open, if you can welcome this wind, you will become a mighty wind. Hallelujah. ഇതാ അതേ കാറ്റ്, അതേ അഭിഷേകം, അതേ ദൈവ പദ്ധതികൾ, അതേ പ്രവൃത്തികൾ ഇവിടെയുണ്ട്. നീ ഒരു കാറ്റാകാൻ തയ്യാറാണെങ്കിൽ ഇതാ ദൈവം നിന്നെ ഈ 2026 ഒരു കൊടുങ്കാറ്റാക്കി തീർക്കും. കൈവർത്തി പറ, പരിശുദ്ധാത്മാവാകുന്ന കാറ്റേ, പരിശുദ്ധാത്മാവാകുന്ന കാറ്റേ, എന്നിലേക്ക് ഊതണമേ, എന്നിലേക്ക് ഊതണമേ. പരിശുദ്ധാത്മാവാകുന്ന കാറ്റിനെ ശുശ്രൂഷകരാക്കി മാറ്റുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ഇതിനകത്ത് വെറും ഒരു ഇളങ്കാറ്റ് മാത്രമല്ല, കാറ്റ് പോലെ, ടോർണേഡോ പോലെ വീശിയടിക്കുന്ന ശക്തിയേറിയ ചില ശുശ്രൂഷകരെ ദൈവം ഇന്ന് ഈ സ്റ്റേഡിയത്തിനകത്ത് എഴുന്നേൽപ്പിക്കുക. ആമേൻ. ഹല്ലേലൂയ. Somebody surrender your life to this wind. Wind blow, wind come. Hallelujah. ഇന്ന് രാത്രിയിൽ ഇതാ ഈ കാറ്റിന്റെ മുൻപിൽ ചിലരൊക്കെ സമർപ്പിക്കാമോ? വിളിച്ച് കൈകൾ ഉയർത്തി പറയാമോ? കാറ്റേ എന്റെ മേൽ ഊതുക, കാറ്റേ എന്നെ നിയന്ത്രിക്കുക, കാറ്റേ എന്നിലേക്ക് കടന്നു വരിക. When the wind comes, you are supernatural. കാറ്റ് വരുമ്പോൾ നിങ്ങൾ അസാധാരണ വ്യക്തിയായി തീരും. ദയവായി ഇരുന്നാലും This wind can make you supernatural. ഈ കാറ്റ് നിങ്ങളെ ഒരു അസാധാരണ വ്യക്തിത്വത്തിനുടമയാക്കും. Let me finish the second one quickly, the supernatural life. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. ഇത് അസാധാരണമായ ജീവിതം. Are you ready? നിങ്ങൾ തയ്യാറാണോ? The supernatural is the inheritance for a child of God. ഓർക്കുക, അസാധാരണം എന്ന് പറയുന്നത് അല്ല, അസാധാരണമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിന്റെ പൈതൃകമാണ്, അവകാശമാണ്, പൈതൃകമാണ്. Because we are born of a supernatural God and we inherit his nature. കാരണം നാം ജനിച്ചിരിക്കുന്നത് ഒരു അസാധാരണ ദൈവത്തിൽ നിന്നായതുകൊണ്ട് ആ അസാധാരണത്വം എന്ന് പറയുന്നത് അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ DNA-ക്കകത്ത് കിടക്കുകയാണ്. John 10:10 says, the thief comes only to steal and kill and destroy. I have come that they may have life and have it to the full.
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, എന്നാൽ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നത്. In Greek that word is zoe. ആ ഭാഗത്തെ ജീവൻ എന്ന് പറയുന്ന ഭാഗത്തെ ഗ്രീക്കിൽ നാം കാണുന്ന സോയെ എന്ന് പറയുന്ന വാക്കാണ്. Everybody says zoe. സോയെ എന്ന് പറയാമോ? ഉറക്കെ പറ, zoe. സോയെ. Life. Jesus said zoe life. Zoe. Everybody says zoe. സോയെ ജീവൻ, സോയെ. There are two words. One is bios. Everybody say bios. ബയോസ്. Bios is our physical life, biological life. ബയോസ് എന്ന് പറയുന്ന വാക്ക് അത് നമ്മുടെ ഭൗതികമായ ജീവനാണ്, നമ്മുടെ ഭൗതികമായ ശരീരമാണ്. But zoe is eternal life. എന്നാൽ സോയെ എന്ന് പറയുന്നത് അത് നിത്യജീവനെ കാണിക്കുകയാണ്. Your body has biological life, but your spirit has eternal life. നിങ്ങളുടെ ശരീരത്തിന് ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ ആത്മാവിൻ്റെത് നിത്യജീവന്റെ കാര്യമാണ്. There comes a prophecy over you. ഈ കാര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചനം നിങ്ങളോട് Are പറയുകയാണ്. you ready? നിങ്ങൾ തയ്യാറാണോ? Lift your hands. കൈകൾ ഉയർത്താമോ? In 2026, ഈ 2026 you are going to live a Zoe life, a full life, an abundant life. ഓ, ഈ 2026 ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ഒരു സോയ ജീവൻ, സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഇത് കർത്താവ് നൽകുകയാണ്. Are you ready for that? തയ്യാറാണെങ്കിൽ, സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കൈകൾ അടിച്ച്. Romans 8:14 says you will be led by the Spirit of God. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. Listen to this. Many years ago, we were doing ministry in US, and a person was taking us from one place to another in his car. കുറെ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഞങ്ങളായിരുന്ന സമയത്ത് ഒരു വ്യക്തി ഞങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാറിൽ കൊണ്ടുപോവുകയായിരുന്നു. And he had a printed route map. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ആണ് ഉണ്ടായിരുന്നത്. He was driving, looking at the route map. അദ്ദേഹം കാർ ഓടിക്കുന്നതിനിടയിൽ ആ റൂട്ട് മാപ്പ് നോക്കിക്കൊണ്ടിരുന്നു. But today we have GPS. എന്നാൽ ഇന്ന് നമുക്ക് GPS ആണുള്ളത്. GPS will talk to us. അത് മാത്രമല്ല, GPS നമ്മളോട് സംസാരിക്കും. Paper map will not speak to us. ഈ പേപ്പർ മാപ്പ് നമ്മളോട് ഒന്നും തിരിച്ചു Paper പറയില്ല. map will not talk to you and say, take a U-turn. പേപ്പർ മാപ്പ് ഒരിക്കലും നിങ്ങളോട് യു ടേൺ ഇപ്പൊ എടുക്കൂ എന്ന് പറയത്തില്ല. GPS will tell you, make a U-turn. എന്നാൽ GPS നിങ്ങളോട് പറയും, ഇവിടെ നിന്ന് യു ടേൺ എടുക്കാൻ പറയും. And if you go wrong, it will say recalculating. ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റായ ഒരു ദിശയിലേക്ക് പോയാൽ അത് പറയും റീകാൽക്കുലേറ്റിംഗ് എന്ന്. Can I tell you something? ഞാൻ നിങ്ങളോട് പറയട്ടെ, Your Bible is a paper map and the Holy Spirit is the GPS. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ബൈബിൾ എന്നുള്ളത് അതൊരു പേപ്പർ മാപ്പ് ആണെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് അത് GPS ആണ്. ഒരു 30% ആളുകൾക്ക് പിടുത്തം കിട്ടുള്ളൂ തോന്നുന്നു. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? കയ്യിലിരിക്കുന്ന ബൈബിൾ പേപ്പർ റൂട്ട് മാപ്പ് പോലെയാണെങ്കിൽ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. ഇപ്പൊ പറഞ്ഞത് തെറ്റിപ്പോയി, തിരുത്തണം. നീ പോയി സോറി പറയണം. ഇന്ന് ഇന്ന വചനം ധ്യാനിക്കണം, അകത്ത് പറയും. ഇന്ന് ആളെ കാണണ്ട, കർത്താവ് പറയും. ആ ജോലി നീ ടേക്കപ്പ് ചെയ്യണ്ട, ആ വിവാഹാലോചന വേണ്ട. That is the GPS. അതാണ് GPS. That is the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് എത്ര പേര് ഈ GPS ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ട്? The talking GPS, the guiding GPS, the leading GPS. അതാ നിങ്ങളെ നയിക്കുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളുടെ ദിശ ഏതെന്ന് പറയുന്ന, തെറ്റിപ്പോകുമ്പോൾ നിങ്ങളെ തിരുത്തുന്ന ഈ GPS പരിശുദ്ധാത്മാവിനെ എത്ര പേർക്ക് ആവശ്യമുണ്ട്? Lift up your hands and tell him, Lord, guide me, lead me, Lord. ഓ, കൈകൾ ഉയർത്തിയിട്ട് പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് നയിക്കണമേ, എന്നെ ഒന്ന് കൊണ്ടുപോകണമേ. Supernatural birth, അസാധാരണമായ ജനനം, supernatural life. അസാധാരണമായ ജീവിതം. എൻ്റെ ഒരു കടുത്ത വിശ്വാസത്തിൽ അങ്ങ് പറഞ്ഞോട്ടെ,
2026 കയറി every day you are going to experience the leading of the Holy Spirit. ഹല്ലേലൂയ. എല്ലാ ദിവസവും 2026 ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്റെ ആ നടത്തിപ്പ് നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. Anybody interested in the galleries? Yes. I'm skipping a lot of things to save time. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് അത് പറയാതെ വിടുകയാണ്. But this I cannot skip. The Lord clearly told me. എന്നാൽ ഈ കാര്യം എനിക്ക് പറയാതിരിക്കാൻ Acts പറ്റില്ല. 2:22. അപ്പോസ്തല This year you're going to see a lot of signs and wonders. എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാതെ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 2:22 ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും. ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും. ഈ വർഷം ദിസ് ഈസ് വെരി വെരി പവർഫുൾ. ഈ വർഷം ഈ സ്റ്റേഡിയത്തിനകത്തിരിക്കുന്ന ഓൺലൈനിൽ കാണുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഒത്തിരി സയൻസ് ആൻഡ് വണ്ടേഴ്സ് പരിശുദ്ധാത്മാവ് തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ചെയ്യാൻ പോവുക. വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും കണ്ടില്ലല്ലോ. കൈയടിച്ച് വെൽക്കം ചെയ്യും. സയൻസ് ആൻഡ് വണ്ടേഴ്സ്. അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും അത് ഞാൻ കാണാൻ പോകുകയാണ്. പ്രാർത്ഥനയിൽ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. ഈ വർഷം അഹരോന്റെ വടി തളർത്തതുപോലെ പലരുടെയും ശുശ്രൂഷയുടെ വടി തളിർത്ത് പൂത്ത് ഫലം നിറഞ്ഞ് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്റെ വിളിയെയോ തിരഞ്ഞെടുപ്പിനെയോ ദൈവം നിന്നെ വിളിച്ചു എന്നത് സംശയമില്ലാത്ത രീതിയിൽ തെളിയിക്കുന്ന തളിർപ്പ് ചില അഹരോന്മാരുടെ വടിമേൽ കർത്താവ് തെളിയിക്കും. കൈകളടിച്ച് അതിനെ സ്വീകരിക്കാമോ? എന്റെ വടി തളിർക്കാൻ പോകുകയാണ്. ശുശ്രൂഷയുടെ വടി തളിർക്കാൻ പോകുകയാണ്. ഉണങ്ങിയ വടികൾ ഇന്ന് രാത്രിയിൽ, ഈ രാത്രി കഴിഞ്ഞ് നാളെ പുറത്തു വരുമ്പോൾ ഉണങ്ങിയ വടികൾ തളിർക്കാൻ പോകുകയാണ്. അനേക വർഷങ്ങളായി ഉണങ്ങിയ വടികൾ ഇത് തളിർക്കുകയാണ്. ഉണങ്ങിയ വടികളെ ചാടി എഴുന്നേൽക്കുക. ഇന്ന് രാത്രി ഇത് കൂടാരത്തിനകത്ത് ഈ വടി തളിർക്കുകയാണ്. ഇതിനോട് കണക്ട് ചെയ്ത് കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു. ഇതിനോട് കണക്ട് ചെയ്ത് പറഞ്ഞത് ആര് റെഡി? ഇതിനോട് കണക്ട് ചെയ്ത് കർത്താവ് ഒരു കാര്യം, ഈ അഹരോന്റെ വടിയോട് കണക്ട് ചെയ്ത് കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായി ശൂന്യതയിലും വേദനയിലും ജീവിക്കുന്ന ചില സഹോദരിമാർ, ഈ വർഷം നിനക്കും ഒരു തളിർപ്പ്, നിനക്കൊരു പുഷ്പിക്കൽ ഉണ്ടാകാൻ പോകും. അത് ദൈവത്തിൽ നിന്നുള്ളൊരു അടയാളമായി. അതോടെ ജീവിതം മാറും. ഇതിനകത്ത് ബിജു ബ്രദർ ഇതുപോലെ എത്രയോ പേരെ കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങൾ വിഷമിച്ച് സാക്ഷ്യം പറഞ്ഞ എത്ര പേര് ഇതിനകത്തുണ്ട്. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹത്തെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നിന്റെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കാൻ സമയമോ. Amen. One more thing. Supernatural provision. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, അസാധാരണമായ കരുതൽ. Ephesians 3 and verse number 20. അത് കാണുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. Now to him who is able to do poorly, stingily. No. How do you read it? Exceedingly, abundantly, above
all that we ask or think according to the power that works in us. മലയാളത്തിൽ ചേർന്ന് വായിക്കാമോ? എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും കുറച്ചായിട്ട് ആണോ, പിശിക്കൊണ്ടാണോ, ചെറുതായിട്ടാണോ? പിന്നെ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ശബ്ദമുയർത്തി വായിക്കാമോ? അത്യന്തം പരമായി ചെയ്യുവാൻ. ഇങ്ങനെ അത്യന്തം പരമായി ചെയ്യുവാൻ. ആക്ഷൻ കാണിച്ചാ പോരാ, വാ കൊണ്ട് പറയണം. അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാ കഴിയുന്നവന് ആളിവിടെ ഉണ്ട്. Amen. He's here. God is a beyond imagination God. നമ്മുടെ ദൈവം എന്നുള്ളത് അതാ സങ്കല്പങ്ങൾക്ക് അതീതമായി നിൽക്കുന്നവനാണ്. I'm sorry for the interruption. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ സ്പിരിറ്റിൽ കാണുന്ന ഒരു വിഷൻ ഞാൻ പറയാം. ഒത്തിരി ഈ ഹാച്ചറിയിൽ ഈ കോഴിയുടെ അടിയിൽ കൊണ്ടുപോയി മുട്ട എത്ര മാക്സിമം വെക്കാൻ പറ്റും? ഒരു കോഴിയുടെ അടിയിൽ എത്ര മുട്ട വെക്കാം? സ്ത്രീകൾ പറ, സഹോദരിമാർ പറ, എത്ര മാക്സിമം വെക്കാം? 20. എത്ര? ഒരു കോഴിക്ക് എത്ര മുട്ട അടയിരിക്കാം? എത്ര? 14. അങ്ങനെ അവർ പറയുന്നു. എനിക്കറിഞ്ഞു 14. പക്ഷെ ഒരു ഹാച്ചറിയിലാണെങ്കിലോ? ഹാച്ചറി എന്നുകൊണ്ട് മനസ്സിലായോ? ഇപ്പുറത്ത് പോവാം. കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്ന ഹാച്ചറി എന്ന് പറഞ്ഞാൽ അറിയോ? ഹാച്ചറി എത്ര എണ്ണം വിരിയിക്കാം? മക്കള് പറ. ഒരു ഹാച്ചറിയിലാണെങ്കിൽ എത്ര എണ്ണം ഒരു ദിവസം എത്ര എണ്ണം? 100 കണക്കിന്, 1000 കണക്കിന്. ഞാനത് കാണുവോ ഈ വർഷം? കൊക്കെടുത്ത് ഒത്തിരി വിരിഞ്ഞ് വരുന്ന ഒരു ഹാച്ചറി പോലെ ദൈവം ബ്ലെസ്സിംഗ് ടുഡേയെ മാറ്റുകയാണ്. ഒരു കോഴി 14 എണ്ണത്തിന് വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല. ഹാച്ചറിയിൽ മാസീവായി കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് പോലെ വലിയ ജനനങ്ങൾ, വലിയ ബർത്തിങ്, വലിയ ചില സംഭവങ്ങൾ. Somebody lift your hands and receive this hatchery blessing, this hatchery promise into your life. Hallelujah. കൈകൾ ഉയർത്തി അതിനെ സ്വീകരിക്കാമോ? കർത്താവേ, ചില നമ്പറുകൾ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴിയുടെ കീഴിൽ അടവെച്ചിരിക്കുന്ന മുട്ട പോലെ വെച്ചിരിക്കുന്ന സ്ഥിതിഗതികളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളും ഇപ്പോൾ ഹാച്ചറിയിലേക്ക്, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റിയിലേക്ക് 2026 ഞങ്ങൾ ഇപ്പോൾ കടക്കുകയാണ്. അടുത്ത ആളെ ഇങ്ങനെ അടിച്ചിട്ട് പറ, ഹാച്ചറി. Come on. ഓ, വേറൊരാൾക്കും കൂടെ ഇതുപോലെ ഒരു ഹൈ ഫൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഹാച്ചറി. ഓ ജീസസ് ലോർഡ്. Sit down. Habakkuk chapter 1 verse number 5. ഹബക്കൂക്കിന്റെ ലേഖനം പ്രവചന പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വചനം. For I am going to do something in your days that you would not believe even if you were told. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഇത് കർത്താവ് തന്നെ പറയുമോ? ഓക്കെ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. ആരെങ്കിലും ദൈവപ്രവൃത്തിക്ക് റെഡിയാണോ? എനിബഡി? പക്ഷേ അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഇതൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. അങ്ങനത്തെ ചില കാര്യങ്ങൾ വിശ്വസിക്കും. ഈ 2026 പാസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഹലോ, കർത്താവ് ചിലത് നിന്റെ ജീവിതത്തിൽ ഈ 2026 ചെയ്യും. അത് ഞാനിപ്പോ പറയുവാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതുക്ക് മേലെ ദൈവം ചിലത് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. In 2026 we are going to have a supernatural journey, and I will show you this. Look at this. January, come on. Supernatural beginnings.
supernatural beginnings. അത് തുടങ്ങി കഴിഞ്ഞു. അസാധാരണമായ ആരംഭങ്ങൾ. Okay. February, come on. Supernatural breakthroughs. Next. അസാധാരണമായ വിടുതലുകൾ, മുന്നേറ്റങ്ങൾ. March, supernatural building. April, അസാധാരണമായ supernatural നിർമ്മാണങ്ങൾ, blessing. May, അനുഗ്രഹങ്ങൾ. supernatural expansion. June, supernatural establishment. Amen. Supernatural empowerment. Amen. Excellence, elevation, establishment of destiny, supernatural overflow. December, supernatural glory. Amen. കൈയടിച്ച് വെൽക്കം ചെയ്യും. Hallelujah. Praise God. Now I'm going to release some promises. Are you ready? ഇനി ചില വാഗ്ദാനങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ പകരുവാൻ Maybe you can പോകുകയാണ്. write this down. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാൻ സാധിക്കും. Very quickly, I'll go fast. ഞാൻ വളരെ The പെട്ടെന്ന് Lord is birthing a new season in your life tonight. ഇന്ന് രാത്രിയിൽ ദൈവം ഒരു പുതിയ സീസൺ, ജീവന്റെ ഒരു പുതിയ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. He says, I will comfort my people. കർത്താവ് പറയുന്ന ഞാൻ എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കും. That എഴുതിയെടുത്താലും means this year, are you listening? This year, you're going to receive a lot of comfort from the Comforter. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസപ്രദനിൽ നിന്ന് ധാരാളം ആശ്വാസം നിങ്ങൾക്കുണ്ടാകും. Hallelujah. ഹല്ലേലൂയ. 2026 will be a year of fulfillment of a lot of desires that you are carrying for many long years. അനേക വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വളരെയധികം ആഗ്രഹങ്ങൾ കർത്താവ് ഈ വർഷം നൽകാൻ പോകുകയാണ്. The Lord is asking His people to dream things in the Holy Spirit and they will be all fulfilled. അതുമാത്രമല്ല ദൈവം ഓരോ ദൈവമക്കളോടും പറയുന്നത് പരിശുദ്ധാത്മാവിൽ ചില സ്വപ്നങ്ങളെ ഈ വർഷം കാണുക. ആ സ്വപ്നങ്ങളെല്ലാം തന്നെ അടുത്ത കാലഘട്ടങ്ങളിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ. അടുത്ത ആളോട് പറയാ പരിശുദ്ധാത്മാവിൽ സ്വപ്നങ്ങളെ കാണുക. പരിശുദ്ധാത്മാവിൽ സ്വപ്നങ്ങളെ കാണുക. പേക്കിനാവല്ല, പകൽക്കിനാവല്ല, പരിശുദ്ധാത്മാവിൽ കിനാവ് കാണുക. വാവ്, അത് സംഭവിക്കും. Amen. അത് സംഭവിക്കും. അത് സംഭവിക്കും. Hallelujah. അത് സംഭവിക്കും. അത് Yes. സംഭവിക്കും. Signs and wonders will be more here onwards. ഇന്നു മുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനവധിയായിട്ട് നടക്കും. Are you ready? തയ്യാറാണോ? There will be more extraordinary meetings in big grounds and stadiums in different parts of India, and revivals will be breaking out this year. അതുമാത്രമല്ല ഈ വർഷം അതിശക്തമായിട്ടുള്ള അനേക ജനക്കൂട്ടങ്ങൾ കടന്നു വരുന്ന സ്റ്റേഡിയങ്ങളിലും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള മീറ്റിങ്ങുകളും ഈ വർഷം നടക്കാൻ പോകുകയാണ്. ശക്തമായിട്ടുള്ള ഒരു ഉണർവ് ഈ വർഷം പൊട്ടിപ്പുറപ്പെടും. കൈകൾ ഉയർത്തി ഇന്ത്യക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ടി എല്ലാം ഒന്ന് പ്രാർത്ഥിച്ച്. കൈകൾ ഉയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, വായ് തുറന്ന് പ്രാർത്ഥിച്ച്, ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ഭാരതത്തിനായി പ്രാർത്ഥിച്ച്. 2026 will be an extraordinary year and you will soar on wings. ഈ 2026 അത് അസാധാരണമായ കാര്യങ്ങളുടെ വർഷമായിരിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ ചിറകുകളിൽ നിങ്ങൾ ഉയരെ പറക്കുന്ന വർഷമായിരിക്കും. ഈ ഒരു കാര്യം മാത്രം അനേക പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പരിശുദ്ധ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അത്രയും പ്രാവശ്യം ചിറകടിച്ച് കയറുന്ന വർഷമാണ്. അവസാനം പരിശുദ്ധാത്മാ പറഞ്ഞു അടിച്ചു കയറുന്ന വർഷമായിരിക്കും. രണ്ടുപേരും അടിച്ചിട്ട് പറ, ഈ വർഷം നിങ്ങൾ അടിച്ചു കയറുന്ന വർഷമായി. ഈ വർഷം നിങ്ങൾ അടിച്ചു കയറും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ഈ വർഷം നിങ്ങൾ അടിച്ചു കയറും മോനെ, അടിച്ചു കയറും മോളെ എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. യേശയ്യാവിന്റെ പുസ്തകം 40:29-31 വരെ കുറിച്ചു വെക്കുക. പിന്നീട് വായിച്ചത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ചിറകടിച്ച് കയറും അല്ലെങ്കിൽ അടിച്ച് കയറും എന്നവിടെ എഴുതിയിട്ടുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? Hallelujah. Extraordinary healings will take place through you. അതുമാത്രമല്ല അസാധാരണമായിട്ടുള്ള രോഗസൗഖ്യങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കും. കൈ ഉയർത്തി ഒന്ന് കർത്താവിന്റെ കൈകളിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ കൈകളിലൂടെ നടക്കാൻ പോകും. Hallelujah. Hallelujah. So this is a year of
supernatural and divine takeoff. അതുകൊണ്ട് ഈ ഒരു വർഷം എന്നുള്ളത് അസാധാരണമായ കാര്യങ്ങളുടെയും ദൈവികമായ വിധത്തിൽ മുകളിലേക്ക് ഉയരുന്നതിന്റെയും ഒരു വർഷമാണ്. And this year the Lord is going to give some supernatural keys to finances. അതുമാത്രമല്ല ഈ വർഷം ദൈവം തമ്പുരാൻ സാമ്പത്തിക മേഖലയിലുള്ള അസാധാരണമായി ചലിക്കുന്ന ചില താക്കോലുകൾ ചിലരെ ഏൽപ്പിക്കാൻ പോകുകയാണ്. The Lord highlighted 3 months, February, June and October are very, very important for the blessing to the family. അതുമാത്രമല്ല ദൈവം 3 മാസങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഫെബ്രുവരി, ജൂൺ, ഒക്ടോബർ ഈ 3 മാസങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളുടെ ജീവിതത്തിൽ വളരെ പ്രത്യേകതയുള്ള മാസമായിരിക്കും. And then the Holy Spirit said deep revelations from the word, especially from the epistles, he will release this year. അതുമാത്രമല്ല പരിശുദ്ധാത്മ പറയുന്നു ഈ വർഷം ദൈവം ആഴത്തിലുള്ള ചില വെളിപ്പാടുകൾ, പ്രത്യേകിച്ച് ലേഖനങ്ങൾക്കകത്ത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ലേഖനങ്ങൾക്കകത്തുള്ള ചില ആഴത്തിലുള്ള വെളിപ്പാടുകൾ കർത്താവ് അത് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് നൽകും. Next 10 years, the Holy Spirit is going to take the church to another dimension you have never seen before. അതുമാത്രമല്ല അടുത്ത 10 വർഷത്തേക്ക് പരിശുദ്ധാത്മാവ് ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ പുതിയൊരു തലത്തിലേക്ക് ബ്ലെസ്സിംഗ് ടുഡേ സഭയെ കൊണ്ടുപോകാൻ പോകുകയാണ്. And tonight, portals for the supernatural have already opened. അതുമാത്രമല്ല ഇന്ന് രാത്രിയിൽ അസാധാരണ കാര്യങ്ങളുടെ ദൈവികമായ ഇടങ്ങൾ ഇതാ തുറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. Can I tell you one more thing? This is the last verse I'm going to release. Isaiah 60 and verse number 3. Nations will come to your light. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം പറയുന്നു, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും, ഒന്നുകൂടെ പറഞ്ഞാൽ രാജ്യങ്ങൾ നിന്റെ പ്രകാശത്തിലേക്ക് വരും. ഇത് ദൈവസഭയ്ക്കുള്ളൊരു വാഗ്ദത്തമാണ്. Nations will come to your light and kings to the brightness of your dawn. അത് ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. ജാതികൾ, ജനതകൾ, രാജ്യങ്ങൾ നിന്റെ പ്രകാശത്തിലേക്കും അതിനകത്തെ രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. Hallelujah. ഹല്ലേലൂയ. And we are going to do a prophetic act in a few minutes. ചില മിനിറ്റുകൾക്കുള്ളിൽ ഒരു പ്രൊഫറ്റിക് ആക്ട് കൂടെ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. Something like a Olympic torch will be brought here and we all are going to light up our lamps. ഇന്ന് ഒരു ഒളിമ്പിക് ടോർച്ച് പോലുള്ള ഒന്നിൽ നിന്ന് നമ്മൾ എല്ലാവരും അതിന്റെ വെളിച്ചം നമ്മൾ പകർന്നെടുക്കാൻ പോകുകയാണ്. Are you ready? നിങ്ങൾ തയ്യാറാണോ? As things are getting ready, just wait. Is it ready? Yeah. Come. Let's all stand. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്നാലും. കർത്താവ് പറഞ്ഞു, ജാതികൾ നിന്റെ വെളിച്ചത്തിൽ നടക്കും. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? യെസ് യെസ്. അടുത്ത ആൾ പറയും, നീ ഒരു വെളിച്ചമാണ്. നീ ഒരു വെളിച്ചമാണ്. ഹല്ലേലൂയ. ഈ വെളിച്ചത്തിലേക്ക് അനേകരെ 2026 കർത്താവ് കൊണ്ടുവരാൻ പോവുക. ആമേൻ. ഷാൽബ്രാഖാസിയാൽ ബ്രാന്തനാകശറബ. ഇതൊരു പ്രൊഫറ്റിക് ആക്റ്റായി നമ്മൾ ചെയ്യുന്നെങ്കിലും ലിറ്ററലി എല്ലാവരുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരു വലിയ വെളിച്ചമാക്കി എല്ലാവരെയും മാറ്റുകയും അനേകർ ഈ വെളിച്ചത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്യും. ഇതൊരു പ്രൊഫറ്റിക് ആക്റ്റായി നമ്മൾ ചെയ്യുക. ഈ വെളിച്ചം ഇരുട്ടിലിരിക്കുന്ന സകല ജനതകളിലേക്ക് ഈ വെളിച്ചം ചെന്നു ചേരണം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫോം കമ്മ്യൂണിറ്റീസ് and a prepared church for Jesus Christ. രൂപാന്തരപ്പെട്ട സമൂഹങ്ങളും യേശുക്രിസ്തുവിനായി ഒരുക്കപ്പെട്ട സഭയും. Mission is to love and serve God and man through apostolic
prophetic, evangelistic, pastoral and teaching ministries and charitable works according to the strategy and plan of the Holy Spirit to make every man perfect in Christ. പരിശുദ്ധാത്മാവിന്റെ പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് അപ്പസ്തോലികവും പ്രാവചനികവും സുവിശേഷകവും പരിപാലനപരവും ഉപദേശപരവുമായ ശുശ്രൂഷകളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ട് ഏതു മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക. Hallelujah. Come. കർത്താവ് പറയുന്നു, ജാതികൾ നിന്റെ പ്രകാശത്തിൽ നടക്കും, സകല വംശങ്ങളും ദൈവം നിനക്ക് തന്ന വെളിച്ചത്തിലേക്ക് വരും. എല്ലാ ശുശ്രൂഷകരും എല്ലാ ജനങ്ങളും അവരവരുടെ ദീപം തെളിയിച്ച്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Then he said, you are the light of the world. അതിനുശേഷം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Hallelujah. Hallelujah. Move those lamps right now. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള വെളിച്ചത്തെ ഒന്ന് വീശാമോ? Thank you, Jesus. എല്ലായിടത്തും ആ പ്രകാശത്തെ. Thank you, Father. നന്ദി പിതാവേ. Thank you, Lord. നന്ദി കർത്താവേ. കർത്താവേ, സർവ ജനങ്ങളുടെയും പ്രകാശം ഈ ദിവസങ്ങളിൽ പരക്കുകയും അത് ഭൂമിയിൽ എല്ലായിടങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും എത്തിച്ചേരുവാൻ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നതുപോലെ അങ്ങാക്കി തീർക്കുന്നതിനായി നന്ദി. Thank you, Jesus. Light of the world, you step down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope all the life spent with you. Here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. So here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനി